ശബരിമലയിലെ പൂർവാചാരങ്ങളുടെ സ്മരണകൾ നിലനിർത്തി മണർകാട് സംഘം സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചു. 38 പേരടങ്ങുന്ന അയ്യപ്പന്മാരാണ് ഇത്തവണ സംഘത്തിലുള്ളത്. സംഘം ഇന്ന് സന്നിധാനത്തെത്തും. കോട്ടയം മണർകാട് ഭഗവതി ക്ഷേത്രത്തിലെ ശാസ്താ സന്നിധിയിൽ നിന്ന് 38 പേരടങ്ങുന്ന അയ്യപ്പ സംഘമാണ് ആചാരപ്രകാരം സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചത്. പണ്ട് ശബരിമലയിലെ പൂജകൾക്കായി എത്തിയിരുന്ന തന്ത്രി, മേൽശാന്തി എന്നിവരെ പമ്പയിലെ വഞ്ചിമൂട്ടിൽ നിന്ന് സംരക്ഷിച്ച് ഘോരവനത്തിലൂടെ സന്നിധാനത്തിലെത്തിക്കുന്ന ചുമതല മണർകാട് സംഘത്തിനായിരുന്നു. പിന്നീട് ഇത് മുടങ്ങിയത് അനിഷ്ടമായി പ്രശ്നത്തിൽ തെളിയുകയും ഇതിനു പരിഹാരമായി ദേശവഴികളിൽ നിന്ന് കാണിക്ക സ്വീകരിച്ച് പണക്കിഴി സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ദേവപ്രശ്നം 1995 അഷ്ടമംഗല ദേവപ്രശ്ന വിധിപ്രകാരം അതനുസരിച്ച് പശ്ചാത്തലത്തിലാണ് പൂർവാചാരം നിലനിർത്തണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അപ്പം ഞങ്ങളെ പറഞ്ഞു മകരവിളക്കിന് ഞങ്ങൾ പോകാൻ സാധ്യമല്ല. അപ്പം ധനു 1 കെട്ടുമുറുക്കി. ധനു 3 മകരം 3 ഞങ്ങളന്ന് സന്നിധാനത്ത് കയറുന്നത്. അത് ധനു 3 ഉച്ചപൂജാ സമയത്ത് ശബരിമല കാവടിക്ക് പകരം നടയിൽ നീലപ്പട്ട് വിരിച്ച് അതിന് പകരം പ്രായശ്ചിത്തമായിട്ടാണ് ഈ പടക്കിഴി. പരമ്പരാഗത കാനനപാതയായ പേരൂർ തോട്, കാളകെട്ടി, അഴുത, കല്ലിടാൻകുന്ന്, കരിമല വഴി മണർകാട് സംഘം പമ്പയിലെത്തും. 19 ഉച്ചപൂജ സമയത്ത് സന്നിധാനത്ത് തിരുനടയിൽ പണക്കിഴി സമർപ്പിച്ച് തന്ത്രിയിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച ശേഷമാകും സംഘം മടങ്ങുക. അമൃത ന്യൂസ്, കോട്ടയം.